നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിധിക്ക് എന്നോട് എല്ലാം പറയായിരുന്നു, പക്ഷെ അവളത് പറഞ്ഞില്ല. ശരിക്കും എന്നെ ചതിക്കുകയായിരുന്നു അവൾ ചെയ്തത്. അതും ശിവാനിയെ പോലെ യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി എന്നെ ക്രൂരമായി ചതിച്ചു. നിന്റെ ജാതകദോഷം മാറിയാൽ നീ അവളെ ഡിവോഴ്സ് ചെയ്യണം. അതിനിടയ്ക്ക് നിനക്കും നമ്മുടെ കുടുംബത്തിനും ചേരുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തും. മോള് ഒന്നും ആലോചിച്ച് വിഷമിക്കരുത്. എല്ലാം ദൈവഹിതം പോലെ നടന്നു വേണം കരുതാൻ. ഈ വിവാഹം നടന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനാ. 5 വർഷം നീണ്ട പ്രാർത്ഥനകൾക്കും പ്രയത്നങ്ങൾക്കും ഒടുവില ഞങ്ങള് നിന്നെ കണ്ടെത്തിയത്. എനിക്കറിയാം ആന്റി, ഞാനായിട്ട് ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഗൗതം സാറ് വഴക്കിട്ടാലും ഞാൻ തിരിച്ചൊന്നും പറയില്ല. സാറോ? നിന്റെ ആ വിളി മാറ്റാറായില്ലേ? അവനിനി സാറേന്നൊന്നും വിളിക്കണ്ട. പിന്നെ ഞാൻ എന്താ വിളിക്കുക? അതൊക്കെ നിങ്ങൾ രണ്ടും കൂടെ തമ്മിൽ ആലോചിച്ച് തീരുമാനിച്ചാ മതി. അതിലൊന്നും ഞാൻ ഇടപെടില്ല. അതിലെന്നല്ല, നിങ്ങളുടെ മറ്റൊരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല. കാരണം അവന്റെ കാര്യത്തിൽ എനിക്കുണ്ടായിരുന്ന ടെൻഷൻ മുഴുവൻ തീർന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു മരുമകളെ തന്നെ എനിക്ക് കിട്ടി. ഇനി നീ എനിക്ക് അമ്പോറ്റികളായ കൊച്ചുമക്കളെ തരണം. ധൃതിയില്ല, കുറച്ചു കാലം കൂടി നിങ്ങൾ എൻജോയ് ചെയ്ത് നടക്കണം. എന്നിട്ട് മതി. ശരി, ഗൗതം കാത്തിരിക്കായിരിക്കും. നീ ചെല്ല്. ഓൾ ദി ബെസ്റ്റ്. നീ പോകുന്നില്ലേ? ആന്റി പൊയ്ക്കോ, അത് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പൊയ്ക്കോളാം. ശരി ശരി, ഞാൻ കൂടുതൽ നിന്നെ നാണിപ്പിക്കുന്നില്ല. അവിടെ വെച്ചേക്ക്. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഈ സാരിയില് സുന്ദരിയാണെന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, ഈ സാരി എടുത്ത് എന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു പെരുങ്കള്ളിയാ. ശിവാനി ഓടിപ്പോയതിന് പിന്നാലെ ഞാനും മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടതായിരുന്നു. എനിക്കതിന് പറ്റിയില്ല. പാറു അച്ഛനും ചേർന്ന് എന്റെ കാല് കെട്ടിയിട്ടു. പക്ഷേ എനിക്ക് യാതൊരു താല്പര്യമില്ലാതെയാ ഈ വിവാഹം നടന്നത്. പിന്നെ നിങ്ങൾ എന്തിനാ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്? ഈ വിവാഹം വേണ്ടെന്ന് തുറന്നു പറയാമായിരുന്നില്ലേ? ആ മണ്ഡപത്തിൽ നിന്ന് തന്നെ ഒരു കോടീശ്വരിയെ നിങ്ങളുടെ ആന്റി, സോറി നിങ്ങളുടെ വസന്തരാമ കണ്ടെത്തി തരില്ലായിരുന്നോ? നീ കൂടുതൽ സംസാരിക്കണ്ട. നിനക്ക് സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും നീ നിന്റെ വാ തുറന്നില്ല. ഇനി ഞാൻ പറയുന്നത് നീ കേൾക്കണം. ശരി, പക്ഷെ അത് കഴിഞ്ഞ് എന്നെ കേൾക്കാനുള്ള മനസ്സ് സാറിനും ഉണ്ടാവണം. ജാതകത്തിന്റെ കാര്യം മറച്ചു വെച്ചത് എന്റെ തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ജാതകത്തിന്റെ വിഷയം വിട്. ആഫ്റ്റർ ഓൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അന്ധവിശ്വാസം മാത്രമാ. അതല്ലാതെ ഞാൻ ചെയ്ത തെറ്റെന്താ? ശിവാനിക്ക് മറ്റൊരു ചെറുക്കനുമായിട്ട് ഡീപ്പ് റിലേഷൻഷിപ്പ് ഉള്ള കാര്യം നീ പറഞ്ഞോ? അവളെന്റെ ഭാര്യയാവുന്നത്
വേറൊരുത്തന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടായിരുന്നെങ്കിലോ? അത് നീ ചിന്തിച്ചോ? ശിവാനി അത്തരം ഒരു ചീത്ത കുട്ടിയല്ല. എന്താ ആൾക്കാരുടെ ഭക്ഷണത്തരത്തിന്റെ തോതളക്കുന്ന യന്ത്രം വല്ലതും നിന്റെ കയ്യിലുണ്ടോ? കല്യാണപ്പന്തലിൽ നിന്ന് വരന്റെ വീട്ടുകാർ തന്ന സ്വർണമായിട്ട് കാമോന്റെ കൂടെ ഒളിച്ചോടിപ്പോയി പെണ്ണ്. അവൾക്ക് എത്രത്തോളം ചാരിത്രശുദ്ധി ഉണ്ടെന്ന് എനിക്ക് ഊഹിക്കാം. നിനക്ക് മറുപടി ഉണ്ടെങ്കിൽ പറ. അതത്ര ഡീപ്പായ ഒരു റിലേഷൻ ഒന്നും അല്ലായിരുന്നു. അവളെ അവനുമായിട്ട് കണക്ട് ചെയ്തത് അവളുടെ സിനിമാ മോഹം മാത്രമായിരുന്നു. ആ സിനിമാ മോഹം, അതാണ് നീ മറച്ചു വെച്ച മറ്റൊരു കാര്യം. ഈശ്വരമംഗലത്തിന് വേണ്ടത് ഒരു ഗ്ലാമർ ഗേളിനെ അല്ല, അടക്കോ ഒതുക്കോ ഉള്ള ഒരു മരുമകളെയാ. എന്റെ പാറു ആഗ്രഹിച്ചത് ഈ കുടുംബത്തിന്റെ വിളക്കായി മാറുന്ന ഒരു പെൺകുട്ടിയെയാ. ഓ, ആന്റിയുടെ ആഗ്രഹമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന നിങ്ങൾ ഇത്രയ്ക്ക് ടോക്സിക് ആണോ? സിനിമാ മോഹമുള്ള ഒരു പെൺകുട്ടിക്ക് മരുമകളാകാൻ എന്താ ഒരു യോഗ്യത കുറവ്? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എല്ലാ പ്രൊഫഷണലുകളെയും മാനിക്കുന്നവനാണ് ഞാൻ. പക്ഷെ ഈശ്വരമംഗലത്തിന് അങ്ങനെ ഒരു കുട്ടിയെ വേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു വാക്ക് നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വിവാഹം നിർത്തിവെച്ചേനെ. നീ ഒരാള് കാരണ അത് കല്യാണ മണ്ഡപം വരെ എത്തിയത്. യുവ സംരംഭകനുള്ള അവാർഡ് നേടിയ ഗൗതം ഗോപിനാഥിന്റെ വധു മണ്ഡപത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. അങ്ങനെ ഒരു ന്യൂസ് വന്നതിന്റെ കാരണം നീയാ. നാളെ മുതൽ ഞാൻ എങ്ങനെ ഓഫീസിൽ പോകും? ഇതുവരെ ബഹുമാനത്തോടെ മാത്രം എന്റെ മുമ്പിൽ നിന്നവർ ഇനി പരിഹസിച്ച് ചിരിക്കും. എല്ലാത്തിനും കാരണക്കാരി ഞാനാണെന്ന് സമ്മതിക്കുന്നു. എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കിന്റെ പുറത്താ ഞാൻ ഒന്നും പറയാതിരുന്നത്. നിങ്ങൾക്ക് എന്നോട് ഇത്രയും ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? ഈ കല്യാണത്തിന് സമ്മതിച്ചെന്ന് പാറുവും ജോലിസരും പറഞ്ഞു. അതോടെ എനിക്ക് വേറെ നിവൃത്തിയില്ലാതായി. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളാണ് ആദ്യം സമ്മതിച്ചത്. ആന്റിയും ജോലിസരും എന്നോട് അങ്ങനെയാ പറഞ്ഞത്. ഞാനോ? നീ വീണ്ടും കള്ളം പറയാ. നീ ആദ്യം സമ്മതിച്ചത്. അല്ല, നിങ്ങളാണ് ആദ്യം സമ്മതിച്ചത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. നീ ആണെങ്കിൽ ജീവിതത്തിൽ കള്ളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാനേ നിങ്ങളുടെ തിരുമുഖം കണ്ടതിന് ശേഷം കള്ളം പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ എന്നെ കള്ളിയാക്കി നിങ്ങൾ പെരുങ്കള്ളനാ. നിങ്ങളെ ഒരു കായംകുളം കൊച്ചുണ്ണിയാ. ആഹാ, എങ്കിൽ നീ പൂലന്തേവിയാടി കാട്ടുകൊള്ളക്കാരി. പൂലന്തേവിയെ പോലെ ഒരു തോക്ക് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ നിമിഷം ഞാൻ നിങ്ങളെ വെടിവെച്ച് കൊന്നേനെ. എന്തിനാ തോക്ക്? നിന്റെ നാക്ക് തന്നെ ധാരാളാ. കൊല്ലുന്നു. നിങ്ങൾക്ക് വേണ്ടതേ ഒരു ഭാര്യയായിരുന്നില്ല. നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു മെഡിസിൻ ആണ് ആഗ്രഹിച്ചിരുന്നത്. ശിവാനി എങ്കിൽ ശിവാനി, നിധി എങ്കിൽ നിധി. ദീർഘസുമംഗല യോഗമുള്ള ഒരു റോബോട്ടിനെ കിട്ടിയാ നിങ്ങൾ അതിനെ കല്യാണം കഴിക്കും. മതി, എന്നോട് വഴക്കുണ്ടാക്കാൻ എനിക്ക് സമയമൊന്നുമില്ല. എനിക്കും. എന്റെ മനസ്സിൽ നിന്നെക്കുറിച്ച് ആഴത്തിലൊരു മുറിവുണ്ടായിട്ടുണ്ട്. അതെന്നുണങ്ങുന്നുവോ അന്നേ ഞാൻ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കൂ. നീ ഇവിടുത്തെ മരുമകളായിരിക്കും, പക്ഷേ എന്റെ ഭാര്യയാവില്ല. ഞാൻ ഡബിൾ റോളിൽ അഭിനയിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതേ ഡബിൾ റോളിൽ ഞാനും ഉണ്ടാവും. ഞാൻ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? പറഞ്ഞതനുസരിച്ചാ മതി. പാല് കുടിച്ചിട്ട് കിടന്നോ, ഞാൻ പുറത്തിറങ്ങിക്കോളാം. വേണ്ട, ഞാൻ മാറിക്കിടന്നോളാം. ഇത് നിങ്ങളുടെ റൂമല്ലേ. ഇവിടെ വലിഞ്ഞു കയറി വന്നവള് ഞാന്. ഒരിക്കലുമല്ല. ഈശ്വരമംഗലത്തെ മരുമകള് വിശിഷ്ടാതിഥിയാ. അതിഥി ദേവോ ഭവാന്ന് കേട്ടിട്ടില്ലേ? അതിഥികളെ ദൈവതുല്യം കാണുന്നതാ ഈ കുടുംബത്തിന്റെ പാരമ്പര്യം.